ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷമാണ് നിങ്ങൾ കാണുന്നത്. സൺഡേ ആണ് കേട്ടോ. അപ്പോൾ പതിവുമ്പടി രാവിലെ എണീറ്റു. അപ്പോൾ ഇന്ന് പുലർച്ചെ തന്നെ പാച്ചൂട്ടനെ നല്ല പനി. അപ്പോൾ ഇന്നലെ കിടക്കുമ്പോൾ തന്നെ ചെറിയൊരു പനിയുടെ കോളുണ്ടായിരുന്നു. അപ്പോൾ നല്ല പനി. അപ്പോൾ പുലർച്ചെ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അവനൊന്ന് ഛർദ്ദിച്ചപ്പോൾ എൻ്റെ മേത്തൊക്കെ ആയി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതൊക്കെ മാറി. എനിക്ക് തോന്നുന്നു നല്ലോണം രാവിലെ എണീറ്റ്. അപ്പോൾ അത് മാറിനോട് കൂടി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ രണ്ടാമത് പോയി കിടന്നത്. അപ്പോൾ ആ കിടക്കണതിന് മുമ്പായിട്ട് ഞാൻ കിച്ചണിൽ വന്നു. സാധാരണ ചെയ്യുന്ന പോലെ മെഴുതിരി എത്തിച്ച് കട്ടനൊന്നും വെക്കാൻ നിന്നില്ല. കാരണം അതിനുള്ള നേരമില്ല. ഞാൻ വീണ്ടും പോയി കിടക്കാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എന്തായാലും എണീറ്റ് വന്നതല്ലേ, അത് കഴിഞ്ഞ് ഇന്നൊക്കെ വെക്കാനുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും പോയി കിടക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോഴേക്കും പാച്ചൂട്ടൻ അപ്പാപ്പൻ്റെ കൂടെ സുഖമായിട്ട് കിടന്ന് വീണ്ടും ഉറങ്ങി. അപ്പം അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് എണീറ്റതാണ് പിന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. കാരണം അത്രയും നേരത്തെ ഞാൻ എണീറ്റു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എണീറ്റ വഴിക്ക് ഞാൻ കുരിശുവരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ന് പിടുത്തല്ലാണ്ടായി. ഒന്നും ചെയ്യാനില്ല അത്ര രാവിലെ എണീറ്റിട്ട്. അപ്പം ഞാൻ വീണ്ടും പോയി കിടന്നു. പിന്നെ ആ കിടക്കുമ്പോഴാണ് നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ വെക്കുക കേട്ടോ. പിന്നെ വീണ്ടും എണീറ്റു. ഇതാ 7:15. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മളുടെ രാവിലത്തെ ഓരോരുത്തരെ എണീറ്റ് വന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് സർപ്രൈസായിട്ട് നമ്മുടെ ആൻസൺ ബ്രോ വന്നത് കേട്ടോ. അപ്പോൾ പാച്ചുവിന് എന്താ പറയാൻ പറ്റണില്ല സന്തോഷം. അപ്പോൾ പാച്ചുവിൻ്റെ പനിയൊക്കെ ആ വഴിക്ക് ഓടിപ്പോയിട്ടോ. അപ്പോൾ അങ്ങനെ അപ്പയോടുള്ള കൊഞ്ചലാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോണും കൊണ്ട് അവരുടെ പിന്നാലെ നടക്കാമെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് അവൻ്റെ സ്നേഹപ്രകടനവും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ ആ നേരത്തെ എന്തോ ചെയ്യാൻ ഫോൺ എടുത്ത നേരത്തായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് എടുത്തു. അത് കഴിഞ്ഞ് ഇന്ന് പൂരി മസാലയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ആൻസൺ പോയി. അപ്പോൾ ഡോണും ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാളും അളിയനും കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആൻസൺ പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ ബോട്ട് ഇറക്കിയ വിശേഷവും കാര്യങ്ങളും അതിൻ്റെ തിരക്കും അവൻ്റെ പടികളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ കളികളാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാളും ഒന്നിച്ച് നിന്ന് ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഒരാൾ അവിടെ ഇരിക്കാമെന്ന കണക്ക്. കാരണം എന്തെങ്കിലും അപകടം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തോമ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ കാണിച്ചു കൊടുക്കും. തോമ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമ്പിളുടെ ചെറുപ്പം പോലെ. ഡിമ്പിൾ എപ്പോഴും ചെറുപ്പത്തിൽ ഞങ്ങളറിയില്ലായിരുന്നു. ഇവൾ ഇങ്ങനെ ടി വിയിൽ കണ്ട് ഓരോന്ന് വെച്ചിട്ട് പുറത്ത് പാട്ട് വയ്ക്കുമ്പോൾ മുറ്റത്ത് നിന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ മേഴ്സിയാൻ്റിയാണ് പറഞ്ഞത് കേട്ടോ ഇങ്ങനെയാണെന്ന്. അപ്പോൾ അതേ ഒരു സർപ്രൈസ് എല്ലാവരും ഓടി വായോ എന്നിട്ട് ഞങ്ങളൊക്കെ ഓടി വന്നപ്പോൾ അതേ ഇവിടെ ഡോൺ ബ്രോ ഓട്ടോറിക്ഷയും കൊണ്ട് വന്നേക്കണം. ശരിക്കും പറഞ്ഞാൽ തോമുവിനുണ്ടല്ലോ, തോമു വന്നിങ്ങനെ നോക്കി അവനോട് പറഞ്ഞു എടാ ബെൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കുട്ടി ഇവിടെ വന്നിങ്ങനെ നോക്കിയപ്പോൾ അവന് എന്തോ ഒരു നാണക്കേട് പോലെ എന്തൊക്കെയോ തോന്നിയിട്ട് അവനാദ്യം പിന്നിൽ അകത്തേക്ക് തിരിഞ്ഞോടുക ചെയ്തത്. പിന്നെ പോയി ഇഷ്ടമായി. ആദ്യം പറഞ്ഞു ഓട്ടോറിക്ഷയിലൊന്നും ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഡോൺ വെറുതെ കൊണ്ടുവന്നതാട്ടോ. അവനെ എരിയേറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു നിനക്ക് സ്കൂളിൽ പോകാണ്ട് ഓട്ടോറിക്ഷയാണ് ഇത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ മൂപ്പർക്ക് ഇഷ്ടമായി. ഞങ്ങൾ വണ്ടിയിലിരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് പിന്നെ ഡോൺ ഊണ് കഴിഞ്ഞ് പോകുമ്പോൾ ഓട്ടോ കൊണ്ടുപോയി കുട്ടികൾക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാട്ടോ ഓട്ടോ. അപ്പോൾ ഇന്ന് ഡിമ്പിളുടെ വക മറ്റേ നെയ്ച്ചോറും പോത്തിറച്ചിയായിരുന്നു കേട്ടോ. ചിക്കൻ കറിയായിരുന്നു, ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഈസി ചിക്കൻ ഉണ്ട്, അതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് തുണികൾ വേഗം കൊണ്ടുവന്ന് ഞാൻ പുറത്തുനിന്ന് എടുത്തു കൊണ്ടുവന്ന് തുണികളിട്ടു. കാരണം എന്താ വെച്ചാൽ ഇനി ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും വിചാരിച്ചിട്ട് ആ കൊണ്ടുവന്ന് ഇട്ടിട്ട് അങ്ങനെ കിടന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ കിടപ്പാണ്. ഒന്നുകിൽ കിടക്കും, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ പണികളുണ്ട്. അടിച്ചു വാരൽ, നനയ്ക്കൽ, ഒതുക്കൽ, അങ്ങനത്തെ. അപ്പം പരിയപ്പുറം മൊത്തം 2 ദിവസം മുമ്പ് ഡിവൈൻ അടിച്ച് കഴുകിയ കാരണം പിന്നെ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. അപ്പോഴാണ് ഡിവൈൻ്റെ നമ്മളുടെ എന്താ പറയുക റോളുണ്ടാക്കി കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ റോളുണ്ടാക്കി കൊണ്ടുവന്ന് എല്ലാവർക്കും ചപ്പാത്തിയുടെ ഉള്ളിൽ മറ്റേതൊക്കെ വെച്ചിട്ടുള്ള റോളാണ്. അപ്പോൾ അതുണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അത് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ 7:30 ആയിട്ടുണ്ട് കേട്ടോ അത് കഴിക്കുമ്പോൾ. അപ്പോൾ ശരിക്കും ചായയും ഇതും കഴിച്ചത് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഞാൻ ഉറങ്ങി, ഡിമ്പിള്, ഡിവൈൻ, പിന്നെ കുട്ടികൾ ഉറങ്ങുകയൊന്നുമില്ല. കുട്ടികളെയും കൊണ്ട് എല്ലാവരും അവരെ റെസ്റ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ തോമുതേ കയറിയിട്ട് തെങ്ങ് കയറിയിട്ട് നാളികേരം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഓച്ചുവിന്. അപ്പോൾ ഇവരുടെ കളികളാണ്. പിന്നെ കുറേ ഒളിച്ച് കളിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ
കുറേ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശനിയാഴ്ച ആകുമ്പോൾ വലിയ തിക്കും തിരക്കിനൊന്നും നിൽക്കില്ല. കുറച്ച് നേരം കുട്ടികളുടെ കൂടി എല്ലാവരുടെയും കൂടി നിന്നിട്ടാണ് ഇതിൻ്റെ പിന്നാലെ ഇരിക്കുകയുള്ളൂ. അല്ലാണ്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമുക്ക് അയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി പക്ഷേ ഈ മടി കാണിക്കുന്നത് മുഴുവൻ നാളെ ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ രാത്രിയിൽ എനിക്കൊരൊറ്റ ഇരിക്കേണ്ടി വരും. ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച ഉച്ച വരെയും ശരിക്കും എനിക്ക് നല്ല പണിയാണ്. എന്നാലും സാരമില്ല, ഇത്രയും നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് പറയും ഞാൻ കേട്ടോ. അങ്ങനെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ താഴ്ത്ത് കിടന്ന് ഉരുളാലും എടുത്താലും ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ പുതിയൊരാളെ കൊണ്ടുവന്ന കാരണം ആൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആരോ ഇപ്പോൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തു, ഇവർക്ക് വെറുതെ അല്ല അസുഖങ്ങൾ വരണത്, വീട്ടിലൊരു വൃത്തിയും എടുപ്പില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ശരിക്കും ആളുടെ പേര് പറയണമെന്നുണ്ട്, ആളെ കാണണമെന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും വൃത്തിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്, ഒരു അസുഖമില്ലാത്ത ഒരാളെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ഞാൻ മനഃപൂർവ്വമാണ് കേട്ടോ പേരും ഒന്നും പറയാത്തത്. ഡിമ്പിൾഡേയിലും വന്ന് കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ആൾ വെറും വിഡ്ഢിയാണ്. പക്ഷെ കൂടെയുള്ള ആൾക്കാർക്കും കൂടി അത് നാണക്കേടല്ലേ. അത് ആ ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടപ്പറപ്പുകളോ ബന്ധുക്കളോ അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ, ഞങ്ങൾക്ക് 3 പേർക്കും പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും ഭംഗിയിലാണ് നമ്മളുടെ വീട് നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പറ്റുള്ളൂ, ഇതിൽ കൂടുതലൊന്നും നോക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അത്രയും സങ്കടം ഉണ്ടെങ്കിൽ ഈ പറയുന്നവർക്ക് വന്നിട്ട് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അസുഖങ്ങളെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര, എല്ലാം ഭക്ഷണരീതി ശരിയല്ലാണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ അതിനോട് യോജിക്കാം. കാരണം സാധാരണ ഒരു ഭക്ഷണരീതിയിൽ വിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ ഭക്ഷണരീതിയിലുണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വൃത്തിയില്ലാണ്ട് എന്ന് പറഞ്ഞതിൽ എനിക്ക് മുഴുവൻ അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല. പക്ഷേ സാരമില്ല, അവരുടെ സന്തോഷമല്ല, അവർ പറഞ്ഞോട്ടെ, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് ഒതുക്കാൻ നിന്നു. നിങ്ങൾക്കറിയാലോ, ശനിയാഴ്ച ആയിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജൊന്നും ഒതുക്കിയാലേ ഞായറാഴ്ച കൊണ്ടുവരുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് അതിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾ പെരുമാറി കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അവരോട് ഞാൻ പറയാറില്ല, ഒതുക്കണ പണി എനിക്ക് തരാനാണ് ഞാൻ പറയാം. കാരണം എല്ലാം കൂടി അവർക്ക് നടക്കില്ല. ഒരാൾ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും അടുത്ത ആളുടെ ഊഴാവും, ഒരാൾ ഒന്ന് അവിടെ ഒന്ന് നനച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോയി, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒതുക്കൽ പെറുക്കൽ പുറം പണി ഇങ്ങനത്തെ പണികളൊക്കെ ഞാനാണ് കേട്ടോ സാധാരണ ചെയ്യുക. നിങ്ങൾക്കൊക്കെ അറിയണതല്ലേ. അപ്പോൾ ഞാൻ വേഗം പഴയ സാധനങ്ങളെടുത്ത്, അത് ORS ബാക്കി വന്നതുണ്ടായിരുന്നത് അതെടുത്ത് ഞാൻ കളഞ്ഞു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുക. മുട്ട പൊട്ടിച്ച് മറ്റേ ട്രേയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചപ്പോൾ കാലത്ത് തൊട്ട് ട്രിപ്പായി കിടക്കായിരുന്നു, ഞങ്ങൾ കണ്ടില്ല. അതാണ് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കണത് കേട്ടോ, ഫുള്ള് ട്രിപ്പായി കിടക്കായിരുന്നു, ഞങ്ങൾ ആരും അതിലേക്ക് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ബട്ടർ 2 ദിവസമായിട്ട് പുറത്തായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതെടുത്തിട്ട് ബ്രെഡും അതെ 2 പീസും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡും ഞാൻ അവിടെ വെച്ചു, ബട്ടറിൻ്റെ സ്ഥാനത്തും വെച്ചു. അപ്പോൾ ഈ ഡോറ് കംപ്ലീറ്റ് ഓക്കെ ആയി. അപ്പോൾ ഞാൻ കഴിഞ്ഞപ്പോൾ മാഗിയുടെ ക്യൂബ്സ് കഴിഞ്ഞിട്ടുണ്ട്, അതിലൊരെണ്ണേ കണ്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ഇങ്ങനെ ഉള്ള സമയത്താണ് നമ്മളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെയൊക്കെ ഒതുക്കി വന്നപ്പോൾ ഒന്നുമില്ല, ഫ്രിഡ്ജിൽ കംപ്ലീറ്റ് കാലിയായി. കാരണം ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ ഇതിലത്തെ വേസ്റ്റ് കറികളുണ്ടായിരുന്നു, ഇറച്ചിക്കറി, മുട്ടക്കറി, അങ്ങനെയുള്ള കറികളുടെ വേസ്റ്റൊക്കെ കൂടിയിട്ട്, വേസ്റ്റല്ല ബാക്കി വന്നത് ഒക്കെ കൂടിയിട്ട് ഒരു ബോക്സിലേക്ക് ആക്കി വെച്ചു. കണ്ടോ നിങ്ങൾ, അതിലേക്ക് ആക്കി വെച്ചു. എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ചോറ് കൊടുക്കുമ്പോൾ, പട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോൾ അത് കൂടെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും മസാലയും, അതായത് ഇറച്ചിക്കറി, മുട്ടക്കറി, എല്ലാം നല്ല കറികളുടെ ബാക്കിയാണ്. അപ്പോൾ അവർക്കും അതൊരു നല്ലൊരു ഭക്ഷണമാവും. 2 ദിവസത്തേക്കുള്ള കറി അവർക്കും ആയി അത്. അങ്ങനെ ഞാനിവിടെ കംപ്ലീറ്റ്, നിങ്ങൾക്കറിയാം ശനിയാഴ്ച ദിവസം മിക്കവാറും ഞാൻ ചെയ്യുന്ന പണി ഇതാണ്, ഈ ഭാഗം അങ്ങോട്ട് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഫുൾ ക്ലീൻ ചെയ്തു. പാത്രങ്ങൾ കുറേ പുറത്തേക്ക് വന്നു, കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയായി കേട്ടോ, ഫ്രിഡ്ജ് മുഴുവൻ കാലിയായ പോലെയായി. അപ്പോൾ അത് മുഴുവൻ എടുത്ത് ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ടിട്ടു, കള്ളികളൊക്കെ ഒഴിവാക്കിയിട്ടു. ഇനി നാളെയാണല്ലോ ബാക്കി പരിപാടികൾ വരിക. അങ്ങനെ ഇന്ന് ഡോൺ വരാൻ കുറേ ലേറ്റായി വന്നതിന് ശേഷമാണ് മൂപ്പര് ചായയും ഈ റോളൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം വരപ്പോഴേക്കും ഡിവൈൻ തോമൂനെയും പാച്ചുവിനെയും കൊണ്ട് ഉറക്കാൻ പോയി. അപ്പോഴാണ് വന്നപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്, നട്ട്സും പിന്നെ നമ്മുടെ എന്തുട്ടാണ് ആൽമണ്ട്സും പിന്നെ പിസ്റ്റയും കൂടെ ഇരിക്കുന്ന ഒരു കവറുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറയാറില്ലേ, സാധാരണ ഞാൻ 3 ബോക്സിലാണ് കേട്ടോ വയ്ക്കാറ്. അപ്പോൾ ഞാനത് 4 ബോക്സാക്കി. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരൊറ്റ ബോക്സ് പട്ടേന്ന് കഴിക്കും. ഞാനൊന്നും നോക്കാൻ വരുമ്പോഴേക്കും സംഭവം അത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അത് ശരിയാവില്ല. അപ്പോൾ
ഞാനത് 4 ബോക്സാക്കി വെക്കുകയാണ് കേട്ടോ. ഒരു കാര്യമില്ല, ഡാഡിക്ക് തന്നെയാണ് അത് കഴിക്കാൻ ഇഷ്ടം. ഡാഡിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കി. അപ്പോൾ കുട്ടികൾക്കുള്ളതും കുട്ടികളുടെ കയ്യിൽ കൊടുക്കുക. ഇത് ബാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് എൻ്റെ നിൻ്റെന്നൊന്നുമില്ല. എന്തെങ്കിലും കൊണ്ടുവന്നാൽ അപ്പം തന്നെ, അതിപ്പോൾ ഡോൺ കൊണ്ടുവന്നാലും അതെ, ഡിംപിൾ കൊണ്ടുവന്നാലും അതെ, ഇവിടെ ഡാഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ കസിൻസോ ആരെന്ത് കൊണ്ടുവന്നാലും നമ്മളുടെ റൂമിൽ വെക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കുക, അങ്ങനെയുള്ളൊരു ശീലം ഞാൻ ഇവരെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ മൊത്തം ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കും. അല്ലാത്തതാണെങ്കിൽ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് അവരവർക്ക് കൊടുക്കും. അപ്പോൾ അവർക്ക് കൊണ്ടുപോയി കഴിക്കാം. നിങ്ങൾ അതിൽ നിന്ന് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ എന്ന് പറയണത് നല്ലതല്ല. അല്ലെങ്കിൽ അവരെടുത്ത് കഴിച്ചോളും, വേണമെങ്കിൽ എടുത്തോട്ടെ, അതും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ എപ്പോഴും കളിയാക്കും, മമ്മി ഇങ്ങനെ എന്തിനാ കൃത്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ എണ്ണി തരണേന്ന് പറയുമ്പോൾ ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഞാൻ ഒരാൾക്കും കൂടുതലും കുറവും കൊടുക്കില്ല, എല്ലാവർക്കും ഒരുപോലെ എന്ന് പറയും ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരിതേ എന്തൊക്കെയോ എടുക്കാൻ പോയതാണ് കേട്ടോ. റീൽസൊക്കെ നിങ്ങൾക്ക് ഡിവൈൻ്റെ വീഡിയോയിൽ കാണാം. എനിക്കിത് എന്താണെന്നൊന്നും പറയാറില്ല. എൻ്റെ കയ്യിൽ കുട്ടികളുടെ ഫോണും തന്നിട്ടാണ് ഇവർ പോയത്. കാരണം കുട്ടികൾ മുകളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെ ക്യാമറ എൻ്റെ കയ്യിൽ തന്നിട്ടാണ് ഡിവൈൻ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ അതാ ഇങ്ങനെ എന്തോ ആണ് ചെയ്തത്. അപ്പോൾ പാച്ചുവിന് ഇതേ കാണിച്ചു കൊടുക്കുകയാണ്. പാച്ചു ഓൾറെഡി ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നനഞ്ഞതല്ലേ, എന്നാൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഡിംപിൾ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് ഡിംപിളും പോയി കുളിച്ചു. പാച്ചുവിനെയും കുളിപ്പിച്ചിട്ടാണ് പിന്നെ വന്നത്. അങ്ങനെ ഞങ്ങൾ കയറിയോട് കൂടിയിട്ട് നമ്മുടെ റോബോനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസേരകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സെറ്റിയൊക്കെ ഒന്ന് പൊക്കണം. അപ്പോൾ ഷാജേശ്ശേരി വന്നപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങൾ റെഡിമെയ്ഡ് കിട്ടും, അപ്പോൾ അത് വെച്ച് നമുക്ക് കുറച്ചൊന്ന് ഉയരത്തിലാക്കി കഴിഞ്ഞാൽ ഇതിനെ താഴെ പതുക്കെ പോയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡിവൈൻ കുളിക്കാൻ പോയി. മേലൊക്കെ നനഞ്ഞല്ലോ. ഡിവൈൻ കുളിക്കാൻ പോയി, ഡിംപിളും കുളിക്കാൻ പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ എങ്ങനെയാ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ടൈം കിട്ടണതിനനുസരിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡിംപിൾ വന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി പോയി. ഡിവൈൻ റോൾ ഉണ്ടാക്കി പോയോട് കൂടിയിട്ട് ഡിംപിൾ ചിക്കൻ കറി ബീഫ് കറി ഉണ്ടാക്കി. ഇവർ രണ്ടുപേരും കുളിക്കാൻ പോയപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ അത് കഴിഞ്ഞ് ഡിംപിൾ കുളി കഴിഞ്ഞ് വന്നു. ഞങ്ങൾ റോബോട്ടിനെ സെറ്റാക്കി വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിയെടുത്തോളൂല്ലോ. അപ്പോൾ അങ്ങനെ അത് സെറ്റാക്കി. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് അപ്പോൾ എന്നോട് റിവ്യൂ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 2-3 ദിവസം ആയിട്ടുള്ളൂ നമ്മളിത് യൂസ് ചെയ്തിട്ട്. 2ാമത്തെ ദിവസം ആയിട്ടുള്ളൂ. ഒന്ന് കഴിഞ്ഞ് 2-3 ദിവസമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ പനിയൊക്കെ അല്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് എന്ത് പറയണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഫുൾ ക്ലീൻ ചെയ്തു. ഞാൻ അവിടുത്തെ മാറ്റൊക്കെ ഒന്ന് അതിന് സൗകര്യത്തിൽ ഇട്ട് കൊടുത്തു. കാരണം വല്ലാണ്ട് തടിയുള്ള മാറ്റുമ്പോൾ കയറാൻ അതിന് പാടാം. അപ്പോൾ ഇതാകുമ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഇത് മാറ്റൊക്കെ ഇട്ടു ചെയ്തപ്പോൾ നല്ലതാണ്. ഇന്നിപ്പോൾ മോപ്പ് ചെയ്യുക ചെയ്തത്, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മോപ്പ് ചെയ്യുക ചെയ്തത്. നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അകമൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ കൈകൊണ്ട് തുടയ്ക്കുമ്പോൾ നമ്മൾക്കൊരു തൃപ്തിയുണ്ട്. അത് എന്താ പറയുക, അത്രയ്ക്കൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എന്ത് വന്നാലും ഒരു മിഷനറിയുടെ ഒരു സംഭവമാണല്ലോ, നമ്മളല്ലല്ലോ ചെയ്യണം, ഒരു മെഷീനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ പോരായി ഉണ്ടാവും. നമ്മളിപ്പോൾ എന്ത് സാധനവും പറയില്ലേ, അങ്ങനെ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ആയിരുന്നു എന്നല്ല. അപ്പോൾ എല്ലാത്തിനും രണ്ടഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ ദിവസവും കുട്ടികളുള്ളതാണ് പ്രത്യേകിച്ച്. അവിടെ എപ്പോഴും അഴുക്കുണ്ടാവും. എന്നും എപ്പോഴും തുടയ്ക്കുകയും വൃത്തിയാക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റോബോട്ടിനെ തിരഞ്ഞെടുത്തു. കാരണം പലരും പറഞ്ഞു ഇതാവുമ്പോൾ നമ്മൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ 2-3 ദിവസമായിട്ടുള്ള നമ്മളിത് സെറ്റ് ചെയ്ത് മോപ്പ് ചെയ്തൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് റിവ്യൂ പറയാൻ മാത്രം ഒന്നും ആയിട്ടില്ല. പക്ഷേ കണ്ടോടത്തോളം നല്ലതാണ്. കാരണം പെട്ടെന്നൊരു വെളിച്ചം വന്ന പോലെ, അതായത് ഫുൾ മോപ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ നല്ലോണം ക്ലീൻ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്തു. നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്കായാലും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ വെള്ളവും കാര്യങ്ങളും നമുക്ക് കാണാം. ഇങ്ങനെ പോകണോടത്തൊക്കെ വെള്ളവും അത് ഉണങ്ങണതും നമ്മൾ തുടച്ചിട്ട് പോകുമ്പോൾ കാണില്ല. അതുപോലെ അത് കഴിഞ്ഞ് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അതതാ കയറി അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് ഇട്ടുണ്ട് ഡിവൈൻ. അപ്പോൾ അത് എല്ലാ ദിവസവും ആ സമയമാകുമ്പോൾ പതുക്കെ കയറും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ബെഡ്റൂമിലും ഫസ്റ്റ് ക്ലീനിങ് കഴിഞ്ഞിട്ട് അതിനെ പുറത്താക്കിയിട്ട് പിന്നെ അത് സമാധാനത്തിൽ കിച്ചൻ്റെ ഡോറൊന്ന് തുറന്നിട്ട് കൊടുത്താൽ മതിയല്ലോ. എല്ലാം കഴിഞ്ഞ് വന്ന് കയറി ഇരുന്ന് സ്വന്തമായിട്ട് ചാർജ് ചെയ്തോളും. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് കുറേ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ലേറ്റായിട്ടോ. ശനി ഞായറാണ് ഞങ്ങളുടെ വർത്താനം പറയുന്ന ദിവസങ്ങൾ. അപ്പോൾ കുറേ ലേറ്റായിട്ട് വിശേഷങ്ങൾ പറയുന്ന ദിവസം. അങ്ങനെ ഇന്നും നല്ലൊരു ദിവസമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, അത് സർപ്രൈസാണ്.
നാളെ നിങ്ങളോട് ഞാൻ പറയാം ആരാണ് എപ്പോഴാണ് എന്താണെന്നൊക്കെ ഞാൻ നാളെ കാണിക്കാം കേട്ടോ. അതുവരയ്ക്ക് ബൈ.